എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, വീണ്ടും ഒരു ദിവസം കൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നലെ ഉറങ്ങിയവർ പലരും ഇന്ന് എഴുന്നേറ്റിട്ടില്ല. എന്നാൽ നമ്മൾ വീണ്ടും ഇന്നത്തെ ദിവസത്തിനായിട്ട് മുന്നിട്ടിറങ്ങുക, ഇന്നത്തെ ദിവസം ഓടിക്കാൻ വേണ്ടി അല്ലേ? അത് തന്നെ ഒരു വലിയ സന്തോഷമായിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒന്നിൻ്റെ മുന്നിലും മുട്ടുമടക്കരുത്. വിഷയങ്ങളൊക്കെ അങ്ങ് വന്നോട്ടെന്ന്. ചിലപ്പോൾ നമ്മളെ കാത്തിരിക്കുന്നവരുണ്ട്, നമ്മുടെ ഒരു വാക്ക് കേൾക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്, നമ്മുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും കൂടുതൽ പ്രതീക്ഷ പലരും അർപ്പിച്ച് നമ്മുടെ ഇരിക്കുന്നവരുണ്ടല്ലേ. പക്ഷേ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സങ്ങ് തളരും. നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ പിൻവലിയുമ്പോൾ നമ്മുടെ മനസ്സ് ഹൃദയം വേദനിക്കും, എന്നിട്ട് നുറങ്ങും. അത് അങ്ങനെ ഉണ്ടാകുന്ന മുറിവുകളൊക്കെ ചിലപ്പോൾ മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ അതിന് ചെയ്യേണ്ടത്? അമിതമായ പ്രതീക്ഷ ആരിലും അർപ്പിക്കരുത്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ മറ്റൊരാൾക്ക് സാമ്പത്തികം കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കൊടുക്കരുത്. അദ്ദേഹം തരത്തില്ല എന്നുള്ളതല്ല, കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയെ കൊടുക്കരുത്, അദ്ദേഹത്തിന് കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും എന്നറിയാമോ? അദ്ദേഹം ഒരല്പം താമസിച്ചാലും നിങ്ങളുടെ കയ്യിലത് കൊണ്ടു തരുമ്പോൾ ഒരു വലിയ ആശ്വാസമായിട്ട് നിങ്ങൾക്ക് മാറും. എന്നാൽ സാമ്പത്തികം കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചോദിച്ച് പുറകെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും വേദനിച്ച് നമ്മുടെ മനസ്സും വേദനിച്ച് എല്ലാം ഒരു വലിയ വിഷയത്തിലേക്കായി മാറും. ഈ ലോകത്ത് നമ്മൾ എങ്ങനെയാണോ നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിനു മുന്നിലും തലകുനിക്കാതെ നിൽക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം സ്നേഹം കൊടുത്താണ് വാങ്ങേണ്ടത്, അതെല്ലാം ശരിയാണ്. പക്ഷെ അമിതമായ പ്രതീക്ഷ ആരിലും നമ്മൾ അർപ്പിക്കരുത് അല്ലേ? അതല്ലേ എൻ്റെ സത്യം. അത് നിങ്ങൾ ചെയ്തു നോക്കുക. എല്ലാവരെയും സ്നേഹിക്കണം കേട്ടോ, എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറണം കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടൊന്ന് സംസാരിച്ച് ആ കേൾക്കുന്നവന് ഒരു വലിയ ആശ്വാസമായിരിക്കും. നമ്മുടെ ഗൗരവത്തോടെ സംസാരിച്ചാലും അദ്ദേഹം അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പം നമ്മുടെ കൂടെ സംസാരിക്കാൻ ഒരാൾ വന്നിരിക്കുമ്പോൾ അതിനർത്ഥം നമ്മളെ അവർ ഇഷ്ടപ്പെടുന്നതാണ്, നമ്മുടെ സംസാരം ഒന്ന് കേൾക്കാൻ വേണ്ടിയാണല്ലേ. പലരും നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? പലരും ഇത് വന്നിരിക്കേ, ഒന്ന് സംസാരിക്കട്ടെ, ഞാൻ ഈ കാര്യമെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് തിരക്കാ കേട്ടോ എന്ന് നമ്മൾ പറഞ്ഞ് ചിലപ്പോൾ പോയെന്നിരിക്കും. പക്ഷേ ഒരിക്കലും അങ്ങനെ പറയരുത്. നമ്മുടെ ഒരു വാക്കിന് വേണ്ടി, നമ്മുടെ ഒരു നോട്ടത്തിന് വേണ്ടിയാണ് ചിലപ്പോൾ നമ്മുടെ കൂടെയൊക്കെ അവർ വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് തള്ളിക്കളയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഇതൊക്കെ ഉള്ളതാണ്. കാരണം നമ്മളെല്ലാം ഒരു സമൂഹ ജീവിയല്ല. വിഷയങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്തവരാരാ ഉള്ളത്? സമ്പത്ത് മാത്രമാണ്. സാമ്പത്തികമായിട്ട് ഉയർന്ന തലത്തിലൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ ഭയങ്കര വിഷയങ്ങളാണ്. കാരണം നമ്മൾ അവരുമായിട്ടൊക്കെ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ, അതായത് പെരുമാറുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അവൻ എത്ര സന്തോഷത്തോടുകൂടായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ സമ്പത്ത് നമ്മൾക്ക് ആവശ്യമാണ്, പക്ഷേ സന്തോഷത്തിന് സമ്പത്തൊരു ഘടകമല്ല കേട്ടോ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം, അമിതമായ പ്രതീക്ഷ ആരിലും വെക്കരുത്, ആരിലും ഒരു മനുഷ്യനിലും വെക്കരുത്. സ്നേഹിക്കണം എല്ലാവരെയും, പക്ഷേ ആ സ്നേഹം എങ്ങനെയാണ്? അമിതമായ പ്രതീക്ഷയിലുള്ള സ്നേഹമായിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയും. മനുഷ്യനാ ചിലപ്പോൾ പറ്റത്തില്ല, പക്ഷേ സങ്കടപ്പെടുത്തരുത് ആരുടെയും. അറിഞ്ഞുകൊണ്ട് ആരുടെയും മനസ്സ് നോവിക്കരുത്, അറിഞ്ഞുകൊണ്ട് ആരുടെയും മനസ്സ് മുറിവേൽപ്പിക്കരുത്. നമ്മുടെയൊക്കെ ഹൃദയം ചിലപ്പോൾ മുറിവേറ്റ് ചിലപ്പോൾ രാത്രി കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? അങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ആരെയും ശപിക്കരുത് കേട്ടോ. നമ്മളൊരാളെ ശപിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് തന്നെ അത് ദോഷമായിട്ട് വരും. എല്ലാവരോടും പുഞ്ചിരിയോടെ നിറഞ്ഞ മനസ്സോടെ നമ്മളൊരു വിഷയത്തിൻ്റെ മുന്നിൽ നിന്ന് നോക്കി ആ വിഷയം നമ്മുടെ മുന്നിൽ വിട്ടുമടക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓർക്കണം, ആരെങ്കിലും അമിതമായ പ്രതീക്ഷ അർപ്പിക്കരുത്. അങ്ങനെ അമിതമായ പ്രതീക്ഷ അർപ്പിക്കാതിരുന്നെങ്കിൽ മാത്രമേ അവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അമിത പ്രതീക്ഷയിലാണ് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ അവരിൽ നിന്നും ഒരു ചെറിയ നോവുണ്ടാകുമ്പോൾ
അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു ചെറിയ പരിഗണന നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ വലിയ വിഷയമായിട്ട് വരും. ഇതൊക്കെ ജീവിതത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങളായിട്ട്, അല്ലാതെ പുസ്തകം വായിച്ച കാര്യങ്ങളൊന്നും അറിയില്ല. പുസ്തകത്തിൽ നിന്നും അറിവില്ല. ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കാട്ടിത്തരുന്ന ചില സംഭവങ്ങളാണ്. അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, പക്ഷേ ഇത് സത്യമാണ് എൻ്റെ കൂട്ടുകാരെ. നമുക്ക് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ അമിതമായ പ്രതീക്ഷ ആരിലും അർപ്പിക്കരുത് കേട്ടോ. സമ്പത്തൊക്കെ വരും, സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നതായിരിക്കും. എങ്കിൽ കൂടെ അതൊന്നും ഒരു ദീർഘനാൾ നിലനിൽക്കുന്ന ഒന്നുമല്ല. സമ്പത്ത് ആരുടെയും കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, എല്ലാവരുടെയും കയ്യിൽ വരും. പക്ഷേ നമുക്ക് സ്നേഹിക്കുന്ന മനസ്സുള്ളവരായിരിക്കും. ഒന്നും വേണ്ട, ഒരാശ്വാസവാക്ക്. ഒരാളൊരു സങ്കടം വന്ന് പറയുമ്പോൾ, ഒരു വിഷയം വന്ന് പറയുമ്പോൾ അതൊന്ന് കേൾക്കണം, എന്നിട്ട് അവർക്കൊരു ആശ്വാസം കൊടുക്കണം. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ നമ്മൾക്ക് പറയാൻ കഴിയുന്നെങ്കിൽ തന്നെ അത് ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ. അദ്ദേഹത്തിൻ്റെ അടുക്ക പോയി സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു സന്തോഷം വരും എന്നൊരു തോന്നൽ അവരിലുണ്ടാകണം. ഓക്കെ, അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കും. കുടുംബത്തോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം, ജോലി ചെയ്യുന്ന സ്റ്റാഫിനോടൊപ്പം, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാം നമ്മൾ വളരെ സന്തോഷമായിരിക്കും. ഉള്ള ജോലിയിൽ സന്തോഷത്തോടെ നമ്മൾ ജോലി ചെയ്യും. എന്തും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി ജോബ്. പക്ഷെ ആ ജോലിയിൽ നമുക്കല്പം സന്തോഷം തരാത്ത ജോലി നമ്മൾ ചെയ്യരുത്. അപ്പോൾ നമുക്കതൊരു കൂടുതൽ വിഷമം വരും. ഓക്കെ, അതുകൊണ്ട് വീണ്ടും നമുക്ക് കാണുന്നവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഇനി നാളെ പ്രഭാതവും നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.